സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. വെൽക്കം ടു ബഹാമസ് ഗൈസ്. ബഹാമസിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ് ഞാൻ പോകുന്നത്. അറ്റ്ലാന്റിസ് ഹോട്ടലിന്റെ കാസിനോയുടെ മുമ്പിലുള്ള ആനസിംഹാസൻ. ഇവിടെ ആളുകൾ വരുന്നു, ഗാംബിൾ ചെയ്യുന്നു, മേക്ക് മണി, ഏൺ മണി, ലോസ് മണി. ദിസ് പ്ലേസ് ഈസ് സോ ബിഗ് മാൻ. ഇതെന്താണിത്? ഇത് എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അറ്റ്ലാന്റിസ് മറീനയിലേക്കാണ്. ലോക്കൽ ഫിഷും വെച്ചുണ്ടാക്കിയ ഒരു പ്രത്യേകതരം സാധനമാണ്. ബഹാമസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാൻ അടുത്ത 3 ദിവസം താമസിക്കാൻ പോകുന്ന വീട്. എന്താല്ലേ വന്ന് വീടൊക്കെ. നീ വേണ്ട, നീ വെച്ചോ. ഐ എം ഫൈൻ. ഐ എം ഷുവർ. താങ്ക് യു. അത് മധുരമാണ്, മധുരം. ഷുഗർ കട്ട്. ഇവിടെ ആൾക്കാർ വെള്ളം ഇത് കുടിക്കുവോ? ടാപ്പ് വാട്ടർ കുടിക്കുവോ? ഇല്ല. ഓക്കെ, യൂഷ്വലി ബോട്ടിലൊക്കെ മേടിക്കുന്നതാണ്. ആണല്ലേ? 5 gallon ബോട്ടിൽ മേടിച്ചു വെക്കും. ഓക്കെ, ബാ നമുക്ക് ഇത് എങ്ങനെ തുറക്കുന്നത് നോക്കാം. ഇവിടെ കണ്ടിട്ട് ആരും താമസിക്കുന്നതായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഐ തിങ്ക് പീപ്പിൾ ആർ സ്റ്റേയിങ് ഹിയർ. എയർബിഎൻബി ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന വീടാണ്. താമസിക്കുന്ന വീട്ടിൽ ഇതിൻ്റെ ഇവിടെയാണ് എൻ്റെ എൻട്രൻസ്. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ഒരു വൈറ്റ് സൈഡ് ഡോർ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഏരിയ അവർ മറ്റേ എയർബിഎൻബി കൊടുത്തിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ 1756#. 1756#. അൺലോക്ഡ്. തുറന്നു വേസ്. അപ്പോൾ ഇനി ഞാൻ പോയി കഴിഞ്ഞാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ നമ്പർ അടിച്ചാൽ കയറാൻ പറ്റുമോ? ഇല്ല, അവർ ചേഞ്ച് ചെയ്യും. They keep changing it? ഓ വാവ്, ഇത് കൊള്ളാമല്ലോ. ഫാനൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. AC ഉണ്ട്, ഭാഗ്യം. ഇറ്റ്സ് നൈസ്. കൊള്ളാം അല്ലേ? സോ ഇതെനിക്ക് $230 ഞാൻ 3 ദിവസത്തേക്ക് ഈ ഒരു വീട് ബുക്ക് ചെയ്തിരിക്കുന്നത്. നൈസ്. സോ ഇതാണ് എൻ്റെ എയർബിഎൻബി റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാവുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കട്ടിലുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സോഫ, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ്, പിന്നെ ഇവിടെ ഒരു ചെറിയ പാൻട്രി ഏരിയ ഉണ്ട്. പാൻട്രി ഏരിയയിൽ നമുക്കിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മൈക്രോവേവ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും പിന്നെ കോഫി പൗഡർ വരെ അവരിവിടെ വെച്ചിട്ടുണ്ട്. ഇതുള്ളല്ലോ, പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ പൈസയ്ക്ക് ഇത് ഭയങ്കര വർത്താണ്. കാരണം ഞാൻ ബർമുഡയിലൊക്കെ ഞാൻ താമസിച്ചത് വെരി എക്സ്പെൻസീവ്. ഈ റേറ്റിന് ഇവിടെയൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോഴത്തേക്കിനും ദാറ്റ്സ് ആക്ച്വലി വെരി അഫോർഡബിൾ തിങ്. ഇതിനകത്ത് ഫ്രൈങ് പാൻ അടക്കം എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത് കൊള്ളാം പരിപാടി. പിന്നെ വേറെന്താണ്, വൈഫൈയുടെ പാസ്വേഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈഫൈ, പിന്നെ ഇവർ കുറേ ടാക്സിക്കാർക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സിയുടെ ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെ ഇവർ കുറേ ബ്രൗഷേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ബ്രൗഷേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു സോപ്പ്, പിന്നെ ഒരു ബോഡി വാഷ്, ഇത്രയും സാധനങ്ങൾ അവരിവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മൈ വാഷ്റൂം ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഷവർ ഏരിയ. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ടവൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. പിന്നെ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് മോർ ദാൻ ഇനഫ് അല്ലേ? യു ആർ എ ഫാൻ ഓഫ് ഹിന്ദി സോങ്സ് അല്ലേ? നോർത്ത് ഇന്ത്യയിലെ ഗ്രൂപ്പ് ആയ കാരണം അതുകൊണ്ട് ഒത്തിരി ഹിന്ദി മൂവീസും. So you are fluent in Hindi than Malayalam ആണോ? അങ്ങനെയാണോ? मुझे हिंदी बहुत अच्छी तरह आता है. मेरे को बहुत अच्छी तरफ नहीं आता है. My wife speaks Hindi. Yes. അതുകൊണ്ട് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഐ ടേക്ക് മൈ വൈഫ്. സോ ബെറ്റർ. അത് ഈ പറഞ്ഞ പോലെ സംസാരിച്ച് ആവുന്നതാണല്ലോ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് റൂമിൽ പോയിട്ട് ഫ്രഷപ്പ് ആയി ഇന്ന് ഇറങ്ങി. ഇവിടെ പുറത്ത് മഴയായിരുന്നു, കുറച്ച് നേരം മഴയൊക്കെ പെയ്തു. നമ്മളങ്ങനെ അറ്റ്ലാന്റിസ് ഒക്കെയുള്ള പാരഡൈസ് ഐലൻഡിലേക്ക് വരികയാണ്. ഇവിടെ ഇവർക്ക് ടോളുണ്ട്. ഇത് എന്തിനാണ് ഈ ടോൾ? ആക്ച്വലി ഈ ഐലൻഡിൽ കയറുന്നതിന് വാങ്ങുന്നതാണോ? ഓക്കെ, ക്യാഷ് കൊടുക്കണം? ഡെബിറ്റ് കാർഡ്. അത് ശരി. ഈ ചെറിയ ഐലൻഡിൽ ഇവര് ടോള് പടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മള് ഇവിടെ നേരത്തെ കണ്ട നമ്മുടെ ക്രൂസ് ഷിപ്പുകൾ ഇവിടെ കുറെ 3 ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അതൊക്കെ പോയി. ഇപ്പൊ ആകെ ഒരെണ്ണേ ഉള്ളൂ. അതും ഇറ്റ്സ് മൂവിങ്. ഇത് ഈ ക്രൂസ് ഷിപ്പുകൾ എന്ന് പറയുന്നത് രാത്രിയിൽ ഇവർ ട്രാവൽ ചെയ്യും, രാവിലെ ഇവർ ഒരു സ്ഥലത്ത് എത്തും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ രാവിലെ വന്നിട്ട് ഇവിടെ എല്ലാം കണ്ടിട്ട് ആൾക്കാർ തിരിച്ച് കപ്പലിൽ കയറിയിട്ട് ദിൽ മൂവ്. അതാണ്. അപ്പോൾ ഈ ക്രൂസ് ഷിപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഒരു രാജ്യത്തെ നൈറ്റ് ലൈഫോ അവിടുത്തെ രാത്രി ദൃശ്യങ്ങളോ ബാക്കിയുള്ള സംഭവം ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ ആ അറ്റ്ലാന്റിസ് ഹോട്ടൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഈ ഭാഗത്തുള്ള ഇത് ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട്. ശരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ സൺസെറ്റും കൂടെ ആയതുകൊണ്ട് ആ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ നോക്കി.
കൊള്ളാം അല്ലേ? സോ ഇത് ബേസിക്കലി ഒരു ലക്ഷൂറിയസ് ഹോട്ടലാണ് ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒന്ന് താമസിക്കാം. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു $400 $500 ആ റേഞ്ചിലൊക്കെയാണ് റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ എന്താ പറയുക, അറ്റ്ലാന്റിസിൻ്റെ ആ ഒരു ഇതായിരിക്കും എല്ലായിടത്തും ഏകദേശം ആ ഒരു റേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് ദുബായ് ആണെങ്കിൽ ദുബായ് ചിലപ്പോൾ അതിലും കൂടുതൽ റേറ്റ് ആയിരിക്കും. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പാരഡൈസ് ഷോപ്പിംഗ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. ഇവിടെ നമുക്ക് എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ റെസ്റ്റോറൻറ്റ്സ്, സുവനീർ ഷോപ്പുകൾ, പിന്നെ അറ്റ്ലാന്റിസ് ഒക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. സോ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് പുതിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ക്രൂസ് ട്രിപ്പ് പോയപ്പോഴത്തേക്കിനും ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി അല്ലേ? ഇവിടെ എന്തായിരുന്നു മെയിൻലി ഹോട്ടൽസ് എന്തായിരുന്നു സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ. അവിടെ മറ്റേ ടൗണില് മൊത്തം ഷിപ്പിലെ ആൾക്കാരായിരിക്കും വരുന്നത്. ഓക്കെ, ഇവരെല്ലായിടത്തും ഇങ്ങനെ ഈ പാട്ടൊക്കെ വെച്ചിട്ടേ ആ ഒരു അത് നല്ല ഒരു വൈബാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇവരുടെ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡാൻസ് കളിക്കാൻ തോന്നും. അത് പറഞ്ഞ കൾച്ചറലി എന്താ ജങ്കനു എന്ന് പറഞ്ഞ അതൊരു എന്താ ഒരു ഡാൻസും മ്യൂസിക്കും. ജങ്കനു എന്ന് പറഞ്ഞ ഓക്കെ, അതാണോ ഇവിടുത്തെ കരീബിയന്റെ ഈ ഒരു ഇതിനെ പറയുന്നത്? ബഹാമസിന്റെ മെയിൻ എന്താ ഡാൻസും. ഇവിടെ സാറ്റർഡേ നൈറ്റ്സ് യൂഷ്വലി അവർ ഇങ്ങനെ ബാൻഡ് ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വാക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അത് ശരി, ഓക്കെ ഫൈൻ, വെരി ഗുഡ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമ്മൾ എൻറ്റയർലി ഒരു വേറെ തന്നെ ഒരു ബഹാമസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാസോയുടെ മറ്റേ സൈഡിൽ നമുക്ക് ഒരു റിയൽ ലൈഫ് കാണാമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കിനും എൻറ്റയർലി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മറീന വില്ലേജ് എന്നും പറഞ്ഞുകൊണ്ട് ഐ തിങ്ക് ഇത് അറ്റ്ലാന്റിസിന്റെ ഭാഗമാണെന്ന് തോന്നുന്നല്ലേ അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിടിലൻ സ്ഥലം. നല്ല സൺസെറ്റ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ക്രൗഡഡ് ഒന്നുമല്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അറ്റ്ലാന്റിസ് മറീനയിലേക്കാണ്. ഇവിടെ ചുറ്റിനും എല്ലായിടത്തും നമുക്ക് വളരെ പ്രീമിയം റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സുവനീർ ഷോപ്പുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് അറ്റ്ലാന്റിസിന്റെ ഹോട്ടലിന്റെ ഭാഗമാണത്. വാവ്, നമുക്കിവിടെ കുറേ യോട്ടുകളൊക്കെ കിടപ്പുണ്ട്. മോസ്റ്റ് ലക്ഷൂറിയസ് യോട്ടുകളൊക്കെ എന്നാലോചിക്കും. ഇവരിങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പല പരിപാടികളൊക്കെ ആയിരിക്കും. എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ്. ഇറ്റ്സ് നൈസ്. അറ്റ്ലാന്റിസ് ഹോട്ടലും പിന്നെ അതിന് സമീപത്തുള്ള ആ ഒരു ഏരിയയും. ഇത് US നിന്ന് വന്ന ഇതൊരു യോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഇത് ബേസിക്കലി ഒരു കപ്പൽ പോലെ തന്നെ സംഭവം. പറഞ്ഞ പോലെ കോടികൾ വിലയുള്ള ഒരു സാധനം. ഇതിനകത്ത് പല സൗകര്യങ്ങളുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബോട്ട് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവർ ആ ബോട്ട് ഇറക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ ഇത് ഡോക്ക് ചെയ്യാതെ തന്നെ ഇവർ ഇതിനകത്ത് തന്നെ ദിവസങ്ങളോളം ആഴ്ചകളോളമൊക്കെ ഒരു എന്താ പറയുക കടൽ തീരത്ത് വന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കിടക്കും. ഇതിപ്പം അടുപ്പിച്ചില്ലേ ഇരിക്കുന്നത്. അതിൻ്റെ മേളിൽ കണ്ടോ, അതിനകത്ത് ജെറ്റ് സ്കി ഒക്കെ ഇരിക്കുന്നു. അതിൻ്റെ മേളിൽ പലതിൻ്റെ മേളിൽ ചെറുതും വലുതുമായ ബോട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് വേറെ തന്നെ ഒരു കൾച്ചറാണ് ഈ ബോട്ട് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വാൻ ലൈഫൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ദേ ഹാവ് കൈൻഡ് ഓഫ് ബോട്ട് ലൈഫ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കൾച്ചർ. ഇത് ലോബിയല്ലേ? നമ്മൾ അറ്റ്ലാന്റിസിനുള്ളിൽ കയറി വന്നിപ്പോൾ അടിപൊളിയാണല്ലോ. ലോബിയിൽ കയറി വന്ന് നമ്മളിപ്പോൾ അകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കാസിനോ ഒക്കെ ഉണ്ടല്ലോ. കാസിനോ, സ്പാ, ബ്ലാ ബ്ലാ ബ്ലി ബ്ലൂ ബാബി സ്റ്റോർ, ബീച്ച് വെക്കേഷൻ. എൻ്റെ അമ്മ നല്ല അടിപൊളി സാധനങ്ങൾ. മുടിഞ്ഞ വിലയായിരിക്കും ഇതിനല്ല. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. വിച്ച് കാൺ ബി വെരി എക്സ്പെൻസീവ്. നല്ല പ്രൈസ് ഇതിനകത്തല്ലേ. എല്ലാ അറ്റ്ലാന്റിസിൻ്റെ സാധനങ്ങളോ ദേ ഹാവ് ദെയർ ഓൺ പ്രൊഡക്ട്സ്. വാ, ഇത് ഷോപ്പിംഗ് മോൾ പോലെയാണല്ലോ. ഡേവിഡ് യൂമാൻ, പിന്നെ അറ്റ്ലാന്റിസ് കാസിനോ ആൻഡ് ദ റോയൽ, ബാലൻസിയാഗയുടെ സ്റ്റോർ, അങ്ങനെ പല ടൈപ്പ് ലക്ഷറി ബ്രാൻഡുകളുടെ ഈവൻ കാറ്റുകൾ എല്ലാം ഉണ്ട്. പല ടൈപ്പ് സെയിൻറ്റ് ലോറൻ പിന്നെ ലക്ഷറി ബ്രാൻഡുകളുടെയൊക്കെ സ്റ്റോറുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. അറ്റ്ലാന്റിസ് ഒരു ലോകമാണ്. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. ഞാൻ താമസിച്ചിട്ടുണ്ട് ഒരു ദിവസം അവിടെ. ഇറ്റ്സ് നൈസ്. അതൊരു എന്താ പറയാ ഒരു ലക്ഷറി ഒരു ടൈപ്പ് സംഭവമാണല്ലോ. ഇവിടെ ഉണ്ട് മിനിമം ഒരു $700-800 ഉണ്ടാവും ഓഫ് സീസണിലാണെങ്കിലും അല്ലേ റേറ്റ്. റോളക്സ്. ഇവിടെയാണ് കസിനോ. കസിനോയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ? ഞങ്ങൾ അറ്റ്ലാന്റിസിന്റെ ആ ഒരു കാസിനോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാസിനോയുടെ ഉള്ളിൽ, ഇത്രയും വലിയൊരു കാസിനോയുടെ ഉള്ളിൽ കയറി വരുന്നത്. ഇത് എന്തുവാണ് ഇത്? നൈസ്നോ? ഇവിടെ ആളുകൾ വരുന്നു, ഗാംബിൾ ചെയ്യുന്നു. ലോക്കൽസിന് ഗാംബിൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല, ലോക്കൽസിനോട് ഗാംബിൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് യു ക്യാൻ കം, മേക്ക് മണി, ഏൺ മണി, സ്പെൻഡ് മണി,
ലോസ് മണി എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റും ഇവിടെ. അതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. വാവ്, ദിസ് നൈസ്. ഇതൊരു ലോകമാണ്. നമ്മളിപ്പോൾ ലാസ് വേഗാസിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അന്നേരം? പക്ഷെ എൻ്റെ അമ്മോ, ഇത് ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇതൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ് വേഗാസിലൊക്കെ എന്തായിരിക്കും? ഇവിടെ മൊത്തം ക്യാമറയാണല്ലോ മേളില്. 1000 ക്യാമറ ഉണ്ടാവും ഇവിടെ മേളില്. ഇത്രയധികം ക്യാമറകളാണ് ഇവിടെ. സോ ബിഗ് മാൻ. ഇവരുടെ മെയിൻ റവന്യൂ ഇത് തന്നെയായിരിക്കില്ലേ? അല്ലാതെ ഹോട്ടൽ റൂം ഒന്നും ആയിരിക്കത്തില്ല മിക്കവാറും. ഇത് അതും കാസിനോ ആണല്ലേ? ആ, ഓക്കെ. സ്പോർട്സ് ബെറ്റിംഗ് കയോസ്ക്. അവിടെ ഇരുന്നിട്ട് സ്പോർട്സ് കണ്ടോണ്ട് ബെറ്റ് ചെയ്ത് പരിപാടിയുണ്ട്. ഇതൊരു പോപ്പുലർ ആൾക്കാരെ ഇവിടെ പിക്ചർ എടുക്കുക. ഓ, ഓക്കെ. നല്ല ചെയർ ആണല്ലോ. വെൽക്കം ടു ബഹാമസ് ഗൈസ്. ബഹാമസിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ് ഞാൻ പോകുന്നത്. അറ്റ്ലാന്റിസ് ഹോട്ടലിന്റെ കാസിനോയുടെ മുമ്പിലുള്ള ആകെ സിംഹാസനം. ആൾക്കാരൊക്കെ വെറുതെ ഇരുന്ന് കളിക്കുവാണേ കസീനോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കസീനോയിൽ കളിക്കാനോ അല്ലെങ്കിൽ കളിക്കാൻ ശ്രമിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടികളും ചെയ്തിട്ടില്ല. അവൻ ചെയ്യുന്നവരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ദാറ്റ്സ് ദെയർ വിഷ് അല്ലേ? പക്ഷേ അതെ, ഗാംബ്ലിംഗ് വഴി ജീവിതം നഷ്ടപ്പെട്ട കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഗാംബ്ലിംഗ് വഴി പൈസ ഉണ്ടാക്കി രക്ഷപ്പെട്ട ആൾക്കാരുടെ കഥ ഞാൻ കേട്ടിട്ടില്ല. മേ ബി ഉണ്ടാവാം, ഇല്ലേ? നമുക്കറിയത്തില്ല എന്നാ പരിപാടി എന്നുള്ളത്. സോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ പറഞ്ഞ പോലെ പണക്കാർക്ക് അവർക്കും വേണമല്ലോ എന്തെങ്കിലുമൊക്കെ വിനോദം, അല്ലേ? സോ ആ വിനോദങ്ങളാണ് ഇവിടെ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിൽ കാണുന്നത്. ഒട്ടേറെ ആളുകൾ സന്തോഷത്തോടെയും സങ്കടത്തോടെയും ഇതിൽ നിന്നും ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റും. അതാണ് സംഭവം. ഞങ്ങൾ നേരത്തെ കണ്ടത് അറ്റ്ലാന്റിസിൻ്റെ ലോബി ആയിരുന്നില്ല ഗൈസ്. ഇപ്പം എത്തിയതാണ് അറ്റ്ലാന്റിസിൻ്റെ ലോബി എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു അറ്റ്ലാന്റിസിൻ്റെ ലോബി എന്താ അത്ര ഉള്ളോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ദിസ് ഈസ് ദ ലോബി ഓഫ് അറ്റ്ലാന്റിസ്. വാവ്, ദിസ് പ്ലേസ് ഈസ് സോ ബിഗ് മാൻ. അടിപൊളി സ്ഥലം കേട്ടോ. കിടില സ്ഥലമാണ്, കിടുക്കാച്ച സ്ഥലം. അതാണല്ലോ അക്വേറിയം. ഓക്കെ, ഇവിടെ നമുക്ക് അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. നമുക്ക് അവിടെ താഴെയൊക്കെ പോയി കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് വെള്ളച്ചാട്ടവും പരിപാടികളൊക്കെ ഉണ്ട്. അവിടുത്തെ മറ്റേ ചിത്രപ്പണികളൊക്കെ കണ്ടില്ലേ? നോക്കി, കൊള്ളാം അല്ലേ? ശരിക്കും ഇത് മറ്റേ ദുബായിലെ അറ്റ്ലാന്റിസിനെക്കാട്ടി അടിപൊളിയാട്ടോ. ഇത് വേറെ ഒരു ടൈപ്പാണ്. അങ്ങനെ രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ദിസ് ഈസ് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈൽ. പിന്നെ ഇവിടെ റോയൽ ഈസ്റ്റ്, റോയൽ വെസ്റ്റ്, സ്പാ, ഫിറ്റ്നസ്, എന്താണ് അറ്റ്ലാന്റിസ് കിഡ്സ് അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവരുടെ ഈ ഒരു ലോബിയാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇതിന് മേളിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും, അതായത് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ചിത്രം വരച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റേ ആദിമ മനുഷ്യൻ്റെ കഥയാണെന്ന് തോന്നുന്നു മേളിൽ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ന്യൂഡായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലെ ഡോം കണ്ടില്ല, അതിൻ്റെ മേളിൽ നിന്നൊരു ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക്. വി ഗോ ഡൗൺ ഫോർ സീയിങ് ദ അക്വേറിയം. അത് നോക്കൂ ഗൈസ്, വെള്ളത്തിൽ കിടന്ന് കറങ്ങുന്ന ഉണ്ട. ഇവിടെ ഇത്തരത്തിലുള്ള ധാരാളം ഉണ്ടകളുണ്ട്. വാവ്, കൊള്ളാമല്ലോ. ഇതിനകത്ത് ഒത്തിരി ഫിഷ് ഉണ്ട് കേട്ടോ. ഇത് എന്ത് ഫിഷാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊരു ഗോൾഡൻ ഫിഷ് പോലത്തെ ഒരു ഫിഷ് കണ്ടോ? എനിക്ക് ഗോൾഡൻ കളറിലൊരു ഫിഷ്. അങ്ങനെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് ഉണ്ടല്ലോ. അതിൻ്റെ മേൽഭാഗം നമുക്ക് കാണാൻ കണ്ടോ. ധാരാളം മത്സ്യങ്ങൾ ഇങ്ങനെ തലങ്ങും ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ പക്ഷി പറക്കുന്ന പോലെ ഇങ്ങനെ പറന്ന് നടക്കും, കണ്ടില്ല നോക്കി? അതാണ് സാധനം. നമ്മൾ മാൾഡീവ്സ് പോയപ്പോഴത്തേക്കിനും സ്റ്റിംഗ്രയുടെ തൊട്ടതാണ്. ഇത് ഭയങ്കര വലുതാട്ടോ. ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഡിഫറെൻറ്റ് മത്സ്യങ്ങളെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നോക്കി, നല്ല കിടിലൻ ലോബ്സ്റ്ററിനെ നമുക്കിവിടെ കാണാൻ. നോക്കി, എന്തോരം ലോബ്സ്റ്റർ നോക്കി. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ലോബ്സ്റ്റർ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിവര് കഴിക്കുന്ന ലോബ്സ്റ്റർ തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. ആക്ച്വലി ഇതുപോലൊരു സ്ഥലത്ത് കയറി കാണണമെങ്കിൽ തന്നെ മിനിമം $50 എൻട്രി ഫീ കൊടുക്കണം, അല്ലെങ്കിൽ $100 എൻട്രി ഫീ കൊടുക്കണം. ദിസ് ഈസ് ആക്ച്വലി ഫ്രീ. അത് ഫിഷാണോ? എൻ്റെ അമ്മ നോക്കി. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിനെ പിടിച്ച് കഴിക്കുമല്ലോ. ഈ ചെറിയ മീനിനെ വേണം പിടിച്ച് കഴിക്കുമല്ലോ. അത്ര വലിയ ഫിഷ്. എൻ്റെ പൊന്നു, എവിടെ ഓർക്കണം മറ്റത്? ഓ, ഇത് ഭയങ്കര വലിയ ഫിഷ്. നോക്കി, അടിപൊളി. കാല് മോശം ചെയ്യുന്നുണ്ടോ? ഇല്ല, കാലിന് മോശം ചെയ്യുന്നില്ല. കാണുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? താഴെ അവരിങ്ങനെ കിടക്കുകയാണ്. അവരുടെ മേളിലിങ്ങനെ
വട്ടം ചുറ്റി ഇങ്ങനെ ചെറിയ മീനുകൾ വേറെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയിലൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് നമുക്കിങ്ങനെ വ്യൂയിങ് ഏരിയാസ് ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ശബ്ദമൊക്കെ കൊടുത്ത് സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റാർ ഫിഷ് ഉണ്ടോ എനിക്ക് ഇതിൻ്റെ ക്ലോസപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ ഡീറ്റെയിലിങ് മനസ്സിലാവുന്നത്. ഇതാണ് അതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ എന്തൊക്കെയോ കാല് പോലെ വിരല് പോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അനങ്ങുന്നുണ്ടോ നോക്കി ഉണ്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഇവരുടെ ഒരു പ്രൈവറ്റ് ബീച്ച് ഒരു ഏരിയ ഉണ്ട് ഇവിടെ കണ്ടോ. ഇപ്പോഴാണ് രാത്രി ആയപ്പോഴത്തേക്കിനും ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ഇട്ട് അത് വേറെ ലെവലിലേക്കായി. കംപ്ലീറ്റ് എൻ്റയർ ബിൽഡിങ് ഇതിപ്പം വേറെ ലെവലിലായി കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. നൈസ്. സോ നമ്മളിതാണ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും പകൽ വന്നിരുന്നേ കുറച്ചുകൂടെ നല്ല കാഴ്ച കാണാമായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും വേറെ കാഴ്ച. ഈ കാണുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ താഴെ നിന്ന് കണ്ട ആ ഒരു അക്വേറിയം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ആക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ അക്വേറിയമാണ് നമ്മൾ ഇതിൻ്റെ താഴെ കൂടെ പോയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടത്. ഇത് നോയലിൻ്റെ വീട്ടിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നോയലിൻ്റെ അമ്മ എന്താണ് നാടൻ ഫുഡാണോ? നോർത്ത് ഇന്ത്യൻ. നോർത്ത് ഇന്ത്യൻ ഫുഡ്. നിങ്ങളപ്പോൾ വീട്ടിൽ ഫുൾ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ. ശരി, ഫുള്ള് നോർത്ത് ഇന്ത്യൻ വൈബാട്ടെ. ഓ നൈസ്. ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ഇവിടെ തന്നെ. ഒത്തിരി നാളല്ലേ. ഓ നമസ്കാരം. ഹായ്, നമസ്കാരം. താങ്ക് യു. രാവിലെ വന്നോ? ഞാൻ ഇന്ന് രാവിലെ വന്നു. അതെ. നമസ്കാരം. എന്താ അച്ഛൻ്റെ പേര്? എന്റെ പേര് സിബി. മാർക്കോസ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ആന്റിയുടെ പേരോ? ഗ്രേസ്. ഓക്കെ. ഇതൊരു ഭക്തനാ, യൂട്യൂബിന്റെ ഭക്തനാണെന്നുള്ളൂ. ആണോ? എന്നോട് പറഞ്ഞു ഗെയിമിംഗ് ചാനലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഗെയിമിംഗ് ചാനലുണ്ട്, സ്ട്രീമിംഗ് ഉണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. നിങ്ങള് നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ആൾക്കാരാണോ? ആണല്ലേ? നിങ്ങളെല്ലാരും നോർത്ത് ഇന്ത്യൻ ആണല്ലേ? ആ, അത് ഈ ചപ്പാത്തിനാളാ? ആണോ? 3 നേരം ചപ്പാത്തി കഴിക്കോ? റിയലി? അത് ശരി. ഓക്കെ. ആന്റി എവിടെയാ നാട്ടില്? രണ്ടുപേരും കോട്ടയം. ആ, പുള്ളിക്ക് ചേട്ടൻ പിറവോ അല്ലേ? പിറവോ. ഓക്കെ. ആ ആണല്ലേ? അപ്പം ആ പിങ്ക് ഐലൻഡ് എന്ന് പറഞ്ഞാണ് ഭയങ്കര ഫേമസാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പം ഞാൻ നോയലിനോട് സംസാരിച്ചപ്പോൾ നോയലും പറഞ്ഞു 10-16 വർഷമായിട്ട് ഇതുവരെ അവിടെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഒമ്പ സെറ്റപ്പാണല്ലോ. ഇതെന്താണിത്? സുനിയർ, യു ആർ എ പ്രോ സ്ട്രീമർ അല്ലേ? വാട്ട്സ് യുവർ ചാനൽ? ഡോക്ടർ നോയൽ. ഓക്കെ. അപ്പൊ നിന്റെ ഫോളോവേഴ്സും ഓഡിയൻസ് ഒക്കെ എവിടെയുള്ള ആൾക്കാരാ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെയിൻലി. ആ, ഓക്കെ. നല്ല കാശുണ്ടാക്കാം. ഇതൊക്കെ കാണുന്നതൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്ന കാരണമാണ്. ആ, ഓഫ് കോഴ്സ്. അത് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയല്ലേ പരിപാടികൾ. ഇത്രയും പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അല്ലേ? ഗുഡ് തിങ്. യുഎസിലെ ഫോളോവേഴ്സിനെ കിട്ടുന്നത് നല്ല കാര്യമാണ്. യുഎസിൽ നിന്നുള്ള ഫോളോവേഴ്സ് ആകുമ്പോഴത്തേക്കും ഇത് എനിക്കിതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഗെയിമിങ്, ഐ എം സീറോ ഇൻ ഗെയിമിങ്. എനിക്ക് ഗെയിമിങ്ങിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഓ, ഇതാണോ യൂട്യൂബ് ചാനല്? ഡോക്ടർ നോൾ. അല്ല, ഇത് NOL അല്ലേ? അതെന്തായിരുന്നു സ്പേസ് ഇല്ലാത്ത കാരണം ഇതെന്റെ പേരിലൊരു DRNOL. ഓക്കെ. അപ്പൊ അങ്ങനെ റെഗുലർ സ്ട്രീമിംഗ് ഉണ്ടോ? ഡെയിലി സ്ട്രീമിംഗ് ഉണ്ടോ? ഇപ്പൊ അങ്ങനെ അത്ര ചെയ്യാറില്ല. ഇപ്പൊ എന്താ ജോലിയൊക്കെ വന്നു. How many subscribers do you have? My YouTube is 30,000. Okay. Twitch I am more active. Okay. Moments in a ballet. ഓക്കെ. അല്ല, ഗെയിമിംഗ് വലിയൊരു ഫീൽഡാണ് അച്ഛാ. അല്ല, എന്താ സംബന്ധം അറിയോ? ഗെയിം വഴി എത്ര പൈസ നാട്ടിൽ നമ്മുടെ പിള്ളേരുണ്ടാക്കണമെന്ന് അറിയോ? കേരളത്തില് എത്ര യൂട്യൂബേഴ്സ്? യു മൈറ്റ് ബി നോയിങ് പീപ്പിൾ, റൈറ്റ്? എത്ര ആൾക്കാർ വലിയ വലിയ വണ്ടികളൊക്കെ എടുക്കുന്നു, വലിയ വീട് വാങ്ങുന്നു, സ്വന്തമായിട്ട് വീട് വാങ്ങുന്നു. It's easier for you to actually get money from Google and stuff. ഇവിടെ അങ്ങനെ അത്ര ഓപ്പർച്യൂണിറ്റി ഇല്ല. restriction. You don't have the AdSense and stuff. Why AdSense ഇല്ല എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ? അതാ ടെറിട്ടറിയിൽ നമ്മൾ ഇതുവരെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ടോ?
ഹായ്. ഓ ഇത് സ്ട്രീം ചെയ്യും അല്ലേ? ഇത് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, ഇവിടെ ചാറ്റ് ആൾക്കാർ എന്തായിരുന്നു വർത്താനം ചെയ്യും, റെസ്പോണ്ട് ചെയ്യുക. ഓ ഇത് അതിന്റെ ഇന്റർഫേസ്. ഓക്കെ. ഇത് മെയിൻ ഇത് ട്വിച്ച് ആണ് അല്ലേ? ഇത് എന്തായിരുന്നു മെയിൻ എന്റെ മെയിൻ വെബ് ക്യാമിന്റെ ഇത്. എന്നിട്ട് ഡിഫറെന്റ് സോഴ്സസ് ഉണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് സ്ട്രീമിംഗ്. എന്നിട്ട് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ സീൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കൊള്ളാം. അത് കുറെ എക്യുപ്മെന്റ് ഉണ്ടല്ലോ. അതിന്റെ പേരെന്താ? സ്ട്രീം ഡെക്കോ. ഇത് യൂസ് ചെയ്യുമ്പം ഡിഫറെന്റ് സാധനങ്ങൾ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഐ കൻ യൂസ് ദിസ് ഇസ് എ സ്ട്രീമിംഗ് പി സി what I'm using right now. അതെന്റെ ഗെയിമിംഗ് പി സി. ഇത് ഇന്നത്തെ ഗെയിം മാത്രമേ കളിക്കും. ഇത് എന്റെ എല്ലാം സ്ട്രീമിൽ എല്ലാം എന്തായിരുന്നു ഓൺലൈൻ സെൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കണക്റ്റഡാ? രണ്ടും കണക്റ്റഡ്. കൊള്ളാം. എന്തൊക്കെ പരിപാടികളല്ലേ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഗുഡ് തിങ്. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ നോൾ. ഈ ഡോക്ടർ നോൾ എന്ന് പറഞ്ഞാൽ നീ ഡോക്ടറാണോ? ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ എന്നെ തന്നെ ഡോക്ടറാക്കിയല്ലേ? ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫോട്ടോ എടുക്കും. Hi. Hey man. Yeah, hi. How are you? I'm Kyle. Hi. Nice to meet you, Carl. How are you? Hey, man. Good. How are you? Great. Good. Everything good so far? Yeah, all good so far. Good, man. Yeah. So you stay here, right? Yeah, so me and my wife. Yeah, we Oh, live that's here, nice. yeah. Okay, fine. Yeah. So are you working here or you doing something? Do I work here? Yeah. Yeah, so we live here, my family. So my wife and my kids. So we Okay. live in the So what do you do? Bahamas, yeah. I do video production. You do video production? Oh, Yeah, that's yeah. nice. Even I'm a video production guy. I'm a YouTuber. Okay. So I travel and I make videos. Okay, nice. Yeah, that's what I nice. do. Okay, that's awesome. Okay. How long you been doing that for? I'm here for 3 nights. Okay, Yeah. nice. You've been here before at all or no? No, first time. First time? Yeah. Okay, cool. I'm into exploring the West Indies. Okay, So I go to Turks and Caicos, then all the way up to Trinidad. okay, So next one month I'm gonna be in Caribbean. okay, nice. Yeah. I haven't been to Trinidad. I've been to Grenada last month for work, and then I've been to Turks once. Okay. Yeah, Turks is very similar to here. Yeah. They sound similar accent as well. Okay. They used to be a part of the Bahamas as well, but Yeah. I mean, a little bit different. Okay. That's nice though. Yeah. And where are you from? India. India. Yeah. That's cool. Cool. Nice, man. Yeah. Let me know if you have any questions or Sure. anything. That's fine. Yeah. Fine. Yeah. Yeah. Cool. If you want to like go around or explore anything like that, just let me know. Yeah. Sure. Yeah. Yeah. Cool. Appreciate. Thank Come you. on. Nice See to you. meet you. Good night. All right, you too. Bye. Yeah. പുള്ളിയാണ് ഈ ഹൗസിൻ്റെ ഓണർ. ഹൗസ് ഓണർ ഗൈസ്. ഓക്കെ. സോ യാ, അപ്പം ഡിന്നറെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ലോ ആയിരുന്നു നെറ്റ് ഇവിടെ. കുഴപ്പമില്ല, വിൽ മാനേജ്. നമസ്കാരം. കണ്ടത് സന്തോഷം. ഇതെൻ്റെ ഫ്രണ്ട് നോയൽ. Hi Noel. Nice to meet you. Come, Noel, you can park there. ഫിഷ് ബൈ ഒസെ ആൻഡ്രസ്. പുള്ളിക്ക് കുറേ ഉണ്ട് ബ്രാൻഡ്സ്. ടൈം ഫുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പുള്ളിയുടെ. ഓക്കെ. അണ്ടർനീഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പുള്ളിക്ക്. ഓക്കെ. ബസാർ, ഫിഷ്, Okay. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഷെഫ് ആണല്ലേ? നിങ്ങളുടെ ഇവിടെ ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് ഇതൊക്കെ? ഇതോ തെർമോമീറ്റർ. റെഗുലർ തെർമോമീറ്റർ നമ്മുടെ ഫുഡിന്റെ ടെമ്പറേച്ചർ നോക്കാനൊക്കെ. നൈസ്. Chantal, she's Hi, how are you? general manager for this restaurant. Wonderful. Oh, everybody is getting warnings. Yeah, Even I'm getting warning now. that is coming. ഇത് മറ്റേ സ്റ്റോമിൻ്റെയാ? storm day. ഇത് സ്റ്റോമിൻ്റെ വാർണിംഗ്. Storm alert ഉണ്ട്. ഓക്കെ. ഇത് എന്നാ വിത്തിൻ 36 hours. ഓക്കെ, ഐ എം ഡൂയിങ് ടുമോറോ. ലക്കി. അത് ശരി. ഇതാണ് എത്ര ഇവിടെ എല്ലാവർക്കും എവ്രിബഡി ഈസ് ഗെറ്റിംഗ്. Yeah, everybody. എല്ലാവരുടെയും ഫോൺ റിങ് ചെയ്യാണ്. Yeah, everyone gets. Everybody is getting, right? Come on in, gentlemen. There you Hold go, on mate. for me. Hope you enjoyed dinner. Okay. Yeah, sure. Thank you. Hi. ഇവിടെയാണ് ഇവിടെ ഷെഫ് ചെയ്യുന്നത്. Hi. ഇത് ഇൻചാർജ്. So നിങ്ങളുടെ ലൈവ് കുക്കിംഗ്? അതെ. ഇത് മറ്റേ ഇത് ചാർക്കോൾ അല്ലേ? അത് ശരി. അല്ലാതെ മറ്റേ ഗ്രില്ലും ഉണ്ട് ചാർക്കോളും ഉണ്ട് അല്ലേ? ഇലക്ട്രിക് അല്ല? അല്ല ഇങ്ങനെ ചെയ്യുന്നേ? വാവ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആണ്. ചാർക്കോൾ ഗ്രിൽ. Right in front of us. ഓക്കെ. പുകയൊന്നും വരില്ല അവിടെ? ഫുൾ ഇല്ല. അല്ല, ഇത് തന്നെ എക്സോസ്റ്റ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ഓഫ് സീസൺ ആണല്ലേ? സീസൺ ആയതുകൊണ്ട് സ്ഥലമുണ്ട്. ഓക്കെ. താങ്ക് യു. Lisa, have a great dinner. താങ്ക് യു. Yes, sir. Enjoy. വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? വേറെ നന്നായിട്ടിരിക്കുന്നു. ഫാമിലി ഇവിടെ മക്കള് 2 ആമ്പുള്ളൂ. ആമ്പിള്ളേര്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ. She's working as a lecturer for UB. ശരി. ഓക്കെ. Good evening. Hi. How's everybody doing? Yeah, good. Welcome. How you doing, sir? Good, thank you. Nice having you. you. We treat everyone.
Welcome to Fish. My name is Shanta, be a server, alongside my assistant George, the sort of bad guy. Can I get started off with some nice bottled water flat sparkling? Flat? Flat. What? Water, right? Sparkling. So one of each. Yeah, one of you. Still for him and sparkling for me, yeah. The Marino, he will explain you for the special items. ഇവിടെ ഫിഷ് അല്ലേ മെയിൻ? Fish, seafood ആണ് മെയിൻ. സീ ഫുഡ് ആണ് മെയിൻ. എനിക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു ഫിഷ് ഐ ലൈക്ക് ഇറ്റ് വിത്ത് എനിക്ക് ഈ എന്താ പറയുക സ്റ്റീംഡ് ഫിഷ് ഉണ്ടല്ലോ അതുണ്ടാവില്ലേ? ഇവിടെ ബ്രോയിൽഡ് ആണ് ഡെയിലി എല്ലാം. ബോയിൽഡ് ആണോ? എല്ലാം ഗ്രിൽഡാണോ? ഗ്രിൽഡ് ആണോ കൂടുതൽ? എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? നമുക്ക് ഹാലിബർട്ട് ഉണ്ട്, ഗ്രൂപ്പ്, സ്നാപ്പർ. അല്ല ഇത് പ്രിപ്പറേഷൻ വാട്ട് കൈൻഡ് ഓഫ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രിപ്പറേഷൻ ഏതാണ്? ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഗ്രിൽ ഗ്രൂപ്പ് ഓർ ലോക്കൽ ഫിഷ് ഇഷ്ടമല്ലോ. എനിക്ക് കുഴപ്പമില്ല. No, halibut. Go with halibut. Halibut is one of the best. നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ശരിയാവില്ല. Okay, ഞാൻ പറയാൻ ഞാൻ നോക്കട്ടെ, അപ്പോൾ ഒരു ഷോട്ട് മാറ്റിയിട്ട് വരാം. Yeah, better. That's better. Yeah. Hi, how are you? Very well. Good evening, everyone. How are you doing? Good evening. Good. How are you? Nice to meet you guys. Welcome to Fish. Thank you. I'm Chris Marino, chef here. Yeah. Just want to tell you a little bit about the concept. Jose Andres, I don't know if you're familiar with him. Based out of Washington, D.C. Spanish chefs. Okay. Variety of restaurants, mostly ethnic style. Oh, really? അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫിഷ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ അശോക് ഏട്ടൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി യൂണിഫോമിലായതുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ യൂണിഫോം മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. മീൻ വൈൽ ഞങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു സംഭവം സ്റ്റാർട്ടറായിട്ട് കൊണ്ടുപോകും. സ്റ്റാർട്ടർ അല്ലല്ലോ, വാട്ട് ഈസ് ദിസ്? ഒരു ബിസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞു. സംതിങ് സം കൈൻഡ് ഓഫ് സ്നാക്സ് എന്താണെന്ന് അറിയില്ല. Yes, sir. Pineapple. Thank you. ആ കൊറോണ കുപ്പിക്കകത്തുനിന്ന് കുടിക്കുന്ന ഒരു സുഖം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. Wine Yeah. taste. Thank you so much. You're welcome. I'm going to bring a wine bucket to put these water in. Yeah, better. Thank you. Which is grouper. We use Nassau grouper. So straight out of our waters, and it's tossed with the leche de tigre sauce, which is essentially just everything that's in the actual ceviche. So Okay. you're gonna get celery, you're gonna get onions, garlic, ginger, lime juice, all those elements inside of fish stock. We blend it, we strain it, and it's tossed with those same ingredients inside the actual ceviche itself, with a bit of roasted corn and roasted sweet potatoes to the side. Okay, let me try. A little bit of love. Get that high. Definitely. Yeah. So let me try that. Yeah. Thank you. Enjoy. Yeah. Thank you. ഇവർ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ട് ഇതിനെപ്പറ്റിയുള്ള കഥ പറയുന്നത് എൻ്റെ അമ്മോ പകുതി മനസ്സിലാവൂല. അതാണ് പ്രശ്നം, പകുതി മനസ്സിലാവുള്ളൂ. ഇപ്പൊ യു ആർ ഓൺ ഡ്യൂട്ടി അല്ലേ? അതാണ് ഷെഫ് ഇടക്കിടയ്ക്ക് വന്ന് തല കാണിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ 9 വർഷമായി ഇവിടെ. 9 years. ഞാൻ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. ഓക്കെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. പിന്നെ ഫ്രം ഹിയർ പ്രൊമോഷൻ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കാർണിവൽ ക്രൂസിലായിരുന്നു. കാർണിവൽ ക്രൂസിൽ. 9 years ആയി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ ഇപ്പോൾ 9 years ആയി. ഇതിനു മുമ്പ് ബോംബെയിൽ ITC ഗ്രാൻഡ് മറാത്ത ITC കോളേജൊക്കെ ആസാൻ മെമ്മോറിയൽ. എവിടെ? ആസാൻ മെമ്മോറിയൽ കോളേജ്, ചെന്നൈ. നാട്ടിലെവിടെയാ? മാവേലിക്കര. മാവേലിക്കര. അത് ശരി. അച്ഛൻ്റെ വീട് കരിപ്പുഴ എന്ന് പറയും. അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുക ഇപ്പൊ? അവരൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ചെറുതിലോട്ട് ഇവിടെ തന്നെ പഠിക്കുന്നതെല്ലാം. ആണോ? ഇതാണിപ്പോ പുള്ളി കഥ പറഞ്ഞ സംഭവം. ലോക്കൽ ഫിഷും വെച്ചുണ്ടാക്കിയ ഒരു പ്രത്യേകതരം സാധനമാണ്. എന്താന്ന് കഴിച്ചു വേണം. ഇത് കൊള്ളാട്ടോ. ഇത് ഒരു ലെമണൊക്കെ ഇട്ടിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞുള്ളൊരു സാധനമാണ്. അടിപൊളി. അതിനിടയ്ക്ക് വേറൊരു സാധനം കൊണ്ടുവന്നു. ഇത് ഷ്രിമ്പാണ്. ഷ്രിമ്പ് വിത്ത് എന്തൊക്കെയോ സോസും കാര്യങ്ങളൊക്കെ ഇട്ടൊരു സാധനം. ആ പ്രസന്റേഷനൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയല്ലേ ഗൈസ്. അതിനിടയ്ക്ക് ഒരു സാൽമണും പിന്നെ കുറച്ച് മുളകിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. നമ്മളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ടേസ്റ്റിംഗ് മെനു പോലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷെഫ് ഡ്രസ്സ് മാറാൻ പോയിട്ട് ഡ്രസ്സ് മാറാൻ പറ്റാതെ തിരിച്ചു വന്ന് ഞങ്ങളോട് ഇപ്പം ഇത്ര നേരം സംസാരിച്ചിട്ട് പോയി. പുള്ളി വീണ്ടും പോയി. കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പുള്ളി ഡ്യൂട്ടിയിലാണ്. നമ്മൾ ഓരോ സംഭവങ്ങളും കഴിക്കുമ്പം അവർ പുതിയ പ്ലേറ്റും പുതിയ ഫോർക്കും സ്പൂണും കൊണ്ടുതരും. അത് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം എടുത്തുകൊണ്ട് പോകും. വീണ്ടും അടുത്ത സാധനം കൊണ്ടുവരുമ്പോൾ വീണ്ടും പ്ലേറ്റും കട്ട്ലറീസും കൊണ്ടുവരും. അങ്ങനെയാണ് പരിപാടി. ഓരോ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതിന് മുമ്പും പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെഫുമാർ വരും. എന്നിട്ട് അവരുടെ വക ഒരു 10 മിനിറ്റ്
കത്തി ഉണ്ടാവും. രസമാട്ടോ. നമുക്ക് ഗ്രിൽഡ് സീബാസ് കൊണ്ട് തന്നു. അവരവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സോ they have got some grilled sea bass. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡെസേർട്ട് കൊണ്ട് തന്നു. സോ ദിസ് ഈസ് കോൾഡ് ചിറോസ്. ഇതിങ്ങനെ എന്തോ ഒരു ഇതുണ്ടോ, അതിനെ നോക്കി കഴിക്കണം. ഇതെന്താ സംഭവം? ചോക്ലേറ്റ് ആണോ? ചോക്ലേറ്റ്. Thank you so much. See you. Bye-bye. Come back. Yeah, sure. All right. Good night. Come back. Yeah. I live here, so I'll be here. See you. Bye-bye. Bye-bye. ഇതാണ് നിങ്ങളുടെ റിസപ്ഷൻ അല്ലേ? കോവിന് സെപ്പറേറ്റ് റിസപ്ഷൻ ഉണ്ട്. ഹായ്, ഹൗ ആർ യു? നമസ്കാരം. ഹായ്, എന്താ പേര്? ഭരത്. അഭിജിത്ത്. ഓക്കെ, മലയാളം സംസാരിക്കുമോ എല്ലാവരും? കുഴപ്പമില്ല. ഓക്കെ, ഹൗ ഇസ് ബഹാമസ്? ഗുഡ്. നന്നായി വരുന്നു. ഭക്ഷണം കഴിച്ചു. നിങ്ങൾ വീട് മാറിക്കൊണ്ടിരിക്കാം? അതിന്റെ പ്രോസസ്. ഓക്കെ, ഷിഫ്റ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ട് കറക്റ്റ് ആവാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എത്ര വർഷം ഇവിടെ വന്നിട്ട്? 9 years ഓൾ കെയിം ടുഗെദർ അല്ലേ? ഓ ശരി. ഓക്കെ, നന്നായിരിക്കുന്നു. അമ്മ ഇപ്പോൾ ഓക്കെ, ഫൈൻ. ഞാൻ ഇവിടുന്ന് ടാക്സ് ആൻഡ് കൈക്കോസ് പോകുന്ന നാളെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള കുറേ കരീബിയൻ കൺട്രീസ്. അടുത്ത നെക്സ്റ്റ് ഒരു 40 days കരീബിയൻ തന്നെ ഉണ്ട്. ജമൈക്ക പോകുന്നു ലാസ്റ്റ്. ഞാൻ ട്രിനിഡാഡ് വരെ ഇവിടെ നിന്ന് ഇങ്ങനെ 1 by 1 ആയിട്ട് പോകും. ട്രിനിഡാഡിൽ നിന്ന് ഞാൻ ജമൈക്ക ഫ്ലൈ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് മയാമി, എന്നിട്ട് നാട്ടിൽ പോകും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സൊക്കെ? നിങ്ങൾ പിന്നെ ചെറുപ്പത്തിൽ തന്നെ, ഇവർ പിന്നെ അവിടുത്തെ phase 2 ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറായിരുന്നു. ഓക്കെ, ഇവിടെ വന്നപ്പം ലാംഗ്വേജ് വ്യത്യാസം കൊണ്ട് phase 2 എന്നാണ്. ഓക്കെ, ഹൗ ഇസ് ബഹാമസ്? It's good. It's hot. It's very hot. It's very hot. നാട്ടിലെ പോലെ തന്നെ അല്ലേ ഉള്ളൂ അല്ലേ? മാവേലിക്കര പിന്നെ അത്ര ചൂടൊന്നും ഇല്ലല്ലോ. ഇത്രയില്ല. എറണാകുളത്ത് ചൂടുണ്ട്. ഞാൻ എൻ്റെ മകൾക്ക് വൈഫ് പന്തളാണ്. പന്തളാണോ? ശരി. നാട്ടിൽ പോകാറുണ്ടോ? ഞങ്ങൾ ഈ വർഷം പോയില്ല, കഴിഞ്ഞ വർഷം. ഇവിടുന്ന് പോക്കൊരു ചടങ്ങാണല്ലോ അല്ലേ? ഇവര് പിന്നെ നമ്മള് നാട്ടിൽ ചെല്ലുമ്പോ പിന്നെ എല്ലായിടത്തും പോണമല്ലോ. അതിൽ ടയേർഡായി. ഇനി പറയുന്ന എല്ലാരും നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് വരട്ടെ എന്നിങ്ങനെ പോകാനും ഭയങ്കര ബുദ്ധി. ആ 20 ദിവസത്തേക്കാ പോയത്. അതിൽ 4 ദിവസം ട്രാവലിങ്ങിന് തന്നെ പോകും. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പന്തളം, ചേട്ടന്റെ വീട് മാവേലിക്കര, ഞങ്ങൾ ചേട്ടൻ സെറ്റിൽ അയക്കുന്ന പൊള്ളാച്ചി. പൊള്ളാച്ചിയോ? അച്ഛന് ഇലക്ട്രിസിറ്റി ബോർഡ്, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്. ഓക്കെ, അപ്പോൾ അവിടെ ആയിരുന്നു പഠിച്ചെല്ലാം, തമിഴ്നാടായിരുന്നു. ആ ശരി. പൊള്ളാച്ചി ഈസ് എ നൈസ് പ്ലേസ്. ഊട്ടിയിലായിരുന്നു പഠിച്ചല്ലോ. ഊട്ടിയിൽ പഠിക്കും. പിന്നെ അവിടുന്ന് അങ്ങനെ അപ്പോൾ സ്ഥലം മേടിച്ചത് അച്ഛൻ പൊള്ളാച്ചിയിലായിരുന്നു. ഓക്കെ, പിന്നെ ഇവൻച്വലി 2002 അച്ഛൻ പാസ്ഡ് ഔട്ട്, മരിച്ചു അച്ഛൻ. എന്നിട്ട് പിന്നെ അവിടെ തന്നെ അമ്മയ്ക്ക് ആ സ്ഥലം വിട്ട് വരണ്ട. അപ്പൊ അമ്മ എവിടെയാണോ? പൊള്ളാച്ചിയിലുണ്ട്. അനിയന് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായി. ഓ ശരി. അച്ഛനും ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. ആ ഓക്കെ ഓക്കെ. അപ്പോൾ അവന് അവിടെ ഉടുമലപ്പേട്ടയിലെ ജോലി ചെയ്തു. അപ്പോൾ പൊള്ളാച്ചി അവിടെ വീട്ടിൽ നിന്ന് ദിവസം പോയിട്ട് വരും. ഓക്കെ, പിന്നെ ഊഹിക്കാലോ എങ്ങനെയായിരുന്നു തിരുവനന്തപുരം, പന്തളം, അങ്ങനെ യാത്രയായിരുന്നു. I just like to travel. I don't like to go and see people. I want to go to places like Ooty and all. ആണോ? ഓക്കെ, അതൊന്നും വേണ്ട. എനിക്ക് ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകണം. കൊച്ചിന് ഊട്ടിയിലും കൊടൈക്കനാലിലും കൊണ്ടുപോകണം. ഓക്കെ, എനിവേ നൈസ് ടു മീറ്റ് യു. അപ്പോൾ കാണാം. സന്തോഷം. ആൻഡ് താങ്ക്സ് ഫോർ ദ ഡിന്നർ. ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ദ വേൾഡ് ഈസ് സ്മോൾ. Yeah, sure. Okay. അപ്പോൾ ഇറങ്ങട്ടെ ഞങ്ങള്. ഓക്കെ, അപ്പൊ ശരി, കാണാം. ബൈ. യാ ഷുവർ. ബൈ ബൈ. കാണാം. എല്ലാവരോടും പറഞ്ഞേക്കാം. അപ്പോൾ സീ ടുമോറോ മെൻ. യെസ്, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അച്ഛനോട് അമ്മയോട് ഇഷ്ടം പറ കേട്ടോ. അവർ ചിലപ്പോൾ രാവിലെ ചുമ്മാ ഹായ്. ഓക്കെ ശരി. ബൈ 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 ബൈ.